ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയത് കാരണം ഒരു ഫിഷിങ് വീഡിയോ ആണ്. ഇന്ന് വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഞാനും അച്ഛനും കൂടി നമ്മുടെ വലയെടുത്ത് കായലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വല. അത് കായലിൽ ചെന്നിട്ട് മീൻ പിടിച്ച് അവിടെ ഇരുന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന്. എന്ത് മീനാണോ കിട്ടുന്ന അത് തന്നെ കഴിക്കാം. നമുക്ക് മേ ബി കൂരിയെ കിട്ടാൻ ചാൻസ് ഉള്ളു, കാരണം ഇപ്പോൾ കൂരിയാണ് കൂടുതൽ. അപ്പോൾ കൂരി തന്നെ പിടിച്ച് വറുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. കണ്ടതേ നമ്മുടെ മായാൻ്റെ അലക്കുന്ന ഇവിടെ കാണാം. പിന്നെ ആയിസ്തേ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്, നമ്മുടെ വലയുണ്ട്. നമുക്കിന്ന് മീൻ പിടിച്ച് വറുക്കാം. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇങ്ങനെ പോട്ടെ. ആയിസ്തേ സിമ്പിളായിട്ട് കൂരി പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. നമ്മുടെ ഒരു വടിയിലൊരു നൂല് കെട്ടിയെടുക്കുക. അതിൻ്റെ അറ്റത്തേക്ക് മണിയില്ലേ, നമ്മുടെ ഈയം, വള്ളത്തിൻ്റെ വെള്ളമില്ല, മറ്റേ വലയുടെയൊക്കെ അടിയിലെ ഈയം, അത് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിയെടുക്കുക. നമ്മൾ ആ കെട്ടിയെടുത്ത മണി നമ്മൾ വെള്ളത്തിലടിക്കുവാണ്. ആ ശബ്ദം കേട്ടിട്ട് കൂരി വരും. വെച്ച് കഴിഞ്ഞാൽ അധികം ഡിലേ ഇടരുത്, പെട്ടെന്ന് തന്നെ വീശിയേക്കണം, അല്ലെങ്കിൽ മീൻ പോകും. നമ്മൾ വീശിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് താന്ന് കിടക്കണം. അപ്പോൾ കൂരി ഉണ്ടെങ്കിൽ ഉടക്കി കിട്ടും. നമുക്കൊരു 3 കൂരി കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ചെറിയ സൈസ് കൂരിയാണ്. 3 നമുക്ക് കറി വെക്കാൻ പറ്റത്തില്ല. കൂരി കിട്ടി, പക്ഷെ സൈസ് നോക്കി ചെറുതാണ്. അപ്പം നമ്മൾ വലിയ കൂരി മാത്രം കറി വെച്ചാൽ മതി, ചെറുതൊന്നും കറി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് 3 നമുക്ക് കളയാം. കണ്ടോ, അത് ശബ്ദം ഉണ്ടാക്കിയാണ്ട കുറുകുറു. നമുക്കിനി 2-3 വല കൂടി വീശി നോക്കാം. നമ്മൾ പാടത്ത് വീശിയിട്ടിട്ടുണ്ട്. അത് തുറന്ന് കിടക്കണ ഒരു പാടവും. അപ്പോൾ ഇതിനകത്ത് കൂരി ഉണ്ടോ നോക്കാം. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ പൊക്കി നോക്കാം പാടത്ത് വീശിയിൽ എന്തെങ്കിലും ഉണ്ടോ.
ആയിസ്തേ കുറേ നന്ദനും കുറിച്ചിലും സാധനം കിട്ടിയിട്ടുണ്ട്. കാണിച്ചാൽ എന്താ കിട്ടിയെന്ന്. എന്താ നന്ദൻ്റെ സൈസ് കണ്ടു, വലിയ സൈസ് നന്ദനാണ്. നമുക്ക് നന്ദൻ വറുക്കായിരുന്നു. സൈസ് ഇത് കണ്ട, നമുക്കിപ്പോൾ ആ ഒരൊറ്റ വലയിൽ കിട്ടിയതാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 മീനുണ്ട്. കുറിച്ചിലൊരെണ്ണം കിടപ്പുണ്ട്, ഒരു വലിയ കുറിച്ചിലുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നന്ദനാണ്. അപ്പം നമ്മൾ കൂലിനെയാണ് വീശിയെങ്കിൽ നമുക്ക് നന്ദന കിട്ടിയതിൽ. അപ്പോൾ നമുക്ക് ഈ നന്ദന ഫ്രൈ ചെയ്യാൻ നമുക്കിനി ഒരു വല കൂടി വീശി നോക്കാം. ഇത് വേണ്ട, ഒരു പൂളാൻ കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല വലയിൽ. ഫ്രണ്ട്സ്, നമുക്ക് ലാസ്റ്റത്തെ വലയില്ലേ, മണി അടിക്കാതെ ചുമ്മാ ഒന്ന് വീശി നോക്കാം. അത്താഴത്തിൻ്റെ വാതിക്കലാണ്, എന്തെങ്കിലും ഉണ്ടാവുന്നത്. മണിയൊന്നും അടിക്കുന്നില്ല, വെറുതെ വീശുവാണ്. ഒന്നുമില്ല. നമുക്ക് പൊടിമീനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെട്ടി വറക്കാം. ഗായ്സേ, നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ കിട്ടി. ഇതെന്താണെന്ന് നോക്കിയേ. നമ്മളിവിടെ ഇതിനെ പൊന്തനെന്നാണ് വിളിക്കുന്നത്, പൊന്തനെന്ന്. ഇത് പഫർ ഫിഷാണിത്. എൻ്റെ കൈയിട്ടൊരു കടി തന്നത്, എൻ്റെ ചെറിയ വാ വെച്ചിട്ടൊരു കടി തന്നത്. പല്ല് നോക്കി അതിൻ്റെ കണ്ടാ, ആ പല്ല് വെച്ചിട്ടൊരു കടി തന്നു. ഇപ്പം എനിക്കിട്ട് ചോര വന്നി. ഞങ്ങളിവിടെ പൊന്തനെന്ന് പറയുന്നത്. ഇതിങ്ങനെ വയറ്റത്തെ പിടിച്ച് ഞെക്കാൻ നേരത്തെ ഇങ്ങനെ വീർത്ത് മുള്ളു പോലെ വരും. ഇത് കണ്ടാ ഞെക്കുമല്ലോ. വേണ്ട, കളഞ്ഞേട്ടോ. പോയി ഗൈസ്, നമ്മളിത് മീൻ നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നന്ദനും കുറിച്ചിലും പൂളാനും. നമുക്കിതേ അല്പം ഉപ്പിട്ടിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുക്കാം. ഗൈസ്, നമുക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കഴുകുക നന്നായിട്ട്. ഗൈസ്, നമ്മൾ തട്ടിക്കൂട്ടി ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട, 2 വലിയ കല്ല് ഇവിടെ കിടന്ന് വെച്ച് തന്നെ അതെടുത്ത് വെച്ചിട്ട് നമ്മൾ അടുപ്പാക്കിയിട്ടുണ്ട്. സൂപ്പർ. ഇതണ്ട, കായലിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ അടുപ്പെല്ലാം ഇരിക്കുന്നത്. അടിപൊളി ഒരു വൈബാണ് ഇവിടെ. നല്ല കാറ്റും തണലും. നമ്മുടെ വല ഉണക്കാനിട്ട് നമ്മൾ വീശുക. നമുക്കിനി കുക്കിങ്ങിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് നോക്കാം. ആയിസ്തേ, നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, സൂപ്പറായിട്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വറുത്ത് കഴിക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി കുറച്ച്,
പറന്നു പോലെ നല്ല കാറ്റായത് കാരണം മസാലപ്പൊടി, ഉപ്പ്, ഉപ്പ്, ലേശ എണ്ണ ഒഴിച്ചു. നന്നായിട്ട് മസാല പിടിപ്പിക്കും. നമുക്ക് മസാല പിടിപ്പിക്കാൻ ഒരു 15 മിനിറ്റ് നേരത്തോട്ട്. നമ്മൾ ചട്ടിയൊക്കെ വീട്ടിൽ നിന്ന് കഴുകിക്കൊണ്ടാണ് വന്നത്, കാരണം അധികം ചെറുതായിട്ട് റഫായിട്ടൊന്നും കഴുകുന്നത്. ആ 2 ചട്ടിയുടെ അപ്പുറം ഇപ്പുറമാണ് നമ്മൾ തീ വെക്കാൻ പോകുന്നത്. നടുക്കാണ് ചട്ടി വെച്ച് കൊടുക്കണം. അതെ, നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചേക്കുന്ന. ചൂട്ട് കണ്ട സൂപ്പറായിട്ട് കത്തണുണ്ട്. ചട്ടി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല, മറിഞ്ഞു പോവുകയല്ല. സൂപ്പർ അടപ്പ്. ഇത് ഇത് മറ്റേ കൊലഞ്ഞിനാണ്, തെങ്ങിൻ്റെ. അപ്പോൾ ഈ കൊലഞ്ഞിനടക്കം ഇങ്ങനെ കീറി കീറി ഇട്ട് കൊടുക്കണം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി വേപ്പില ഇട്ട് കൊടുക്കാം. അതിന് മീൻ ഓരോരോ പീസായിട്ട് മീനിടാം. നമ്പൽ, പൂള എല്ലാം ഇട്ടോ, എല്ലാം കിടക്കും. ഇത് നമ്മുടെ നന്ദൻ സൂപ്പറായിട്ട് എണ്ണയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് പതിയെ ഓരോ കഷ്ണങ്ങൾ മറിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ കാണുന്ന ഒരു കൈതയാണ് കേട്ടോ. അപ്പോൾ ആ കൈതയുടെ മറവിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്നുള്ള കാറ്റ് നമ്മുടെ വറുക്കുന്ന ചട്ടിയിൽ കൊള്ളുന്നില്ല. നമുക്ക് ഇവിടെയൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാറ്റടിക്കും. അടിപൊളി ഒരു ആംബിയൻസാണ് ഇവിടെ. നോക്കി, ഇതാ അക്കരെയുള്ള ആരുടെ വള്ളമാണ്. ഒരു തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി ഇക്കരെ കൊണ്ടൊന്ന് കെട്ടിയിട്ടിട്ട് ഇതിലും വഴി പോകുന്നത്. നമുക്ക് നമ്മുടെ മീൻ ഓരോ പീസായിട്ട് എടുക്കാം, കഴിക്കാം. നമുക്കിനി കോരിട്ടോ. സൂപ്പർ. ഐസ് ദേ നമ്മുടെ സാധനം വറുത്ത് സൂപ്പറാക്കിയിട്ടുണ്ട്. ഒരു മീൻ കൊണ്ട് അത്തക്കള ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മതി മതി മതി, കഴിച്ചു നോക്കാം. സവോളയൊന്നുമില്ല, കഴിച്ചോ. ടേസ്റ്റ് നമുക്ക് അരച്ചെണ്ണെ കൊണ്ട് ആദ്യം ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. എങ്ങനെയുണ്ട്? നീ വെച്ചോണ്ടാണോ? വേണ്ട ചൂടാ. സൂപ്പർ വേണം. ഗായ്സ്, നമ്മൾ കുക്ക് ചെയ്ത് മീൻ മൊത്തം തീർത്തിട്ടുണ്ട്. സൂപ്പർ അടിപൊളി സാധനം വരുന്നു. അപ്പം
എന്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. പിന്നെ നമ്മൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊന്നും അധികം കൊണ്ടുവന്നില്ല. വാഴയിലൊക്കെയാണ് സാധനം കൊണ്ടുവന്നത്, പേപ്പറൊക്കെയാണ്. നമ്മളപ്പോൾ ഇതുപോലെ കായലിനരികിൽ പോയി കുക്ക് ചെയ്യാൻ നേരത്തെ ആരും കായലിലേക്ക് പ്ലാസ്റ്റിക് മുതലായ സാധനങ്ങളൊന്നും വലിച്ചെറിയരുത്, അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ അച്ഛനെ ഞങ്ങൾ പറയട്ടെ. ബൈ. ടാറ്റാ. അച്ചോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. ബൈ. ഹലോ, വല വീശി കണ്ടില്ലേ? വീഡിയോ എടുക്കണില്ലേ? വല വീശി കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല.